ചരിത്രത്തിൽ ആദ്യമായി പ്രകൃതിയിൽ നിലവിലില്ലാത്ത വൈറസുകളെ AI-യുടെ സഹായത്തോടെ നിർമ്മിച്ചിരിക്കുകയാണ് ഗവേഷകർ. മുൻപ് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടുപരിചയിച്ച ഒന്നാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇത് സന്തോഷിക്കേണ്ട കാര്യമാണോ അതോ ആശങ്കപ്പെടേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ വിവിധ അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. ഏതായാലും നിലവിൽ നിർമ്മിച്ചിരിക്കുന്ന വൈറസുകൾ മനുഷ്യരെ ബാധിക്കുന്നവയല്ല, ബാക്ടീരിയകളെ മാത്രം ബാധിക്കുന്ന ബാക്ടീരിയോഫേജുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകളാണ്. വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകരാണ് AI-യുടെ സഹായത്തോടെ വൈറസുകളെ നിർമ്മിച്ചിരിക്കുന്നത്. EVO1, EVO2 എന്നീ 2 AI മോഡലുകളാണ് ഇതിനായി ഗവേഷകർ ഉപയോഗിച്ചത്. വൈറസുകൾ, ബാക്ടീരിയകൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുൾപ്പെടെ ദശലക്ഷക്കണക്കിന് ജീവികളുടെ ജനിതക കോഡുകൾ AI-ക്ക് നൽകിയായിരുന്നു പരീക്ഷണം. ChatGPT പോലെയുള്ള AI ചാറ്റ്ബോട്ടുകൾ ഒരു വാക്യത്തിലെ അടുത്ത വാക്ക് പ്രവചിക്കുന്നത് പോലെ ഈ AI മോഡലുകൾ DNA-യുടെ ഭാഷ പഠിക്കുകയും പൂർണ്ണമായും പുതിയ ജനിതക ശ്രേണികൾ പ്രവചിക്കുകയും ചെയ്താണ് ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വൈറസ് വകഭേദങ്ങൾ നിർമ്മിച്ചെടുത്തത്. പ്രകൃതിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത പുത്തൻ ബാക്ടീരിയോഫേജുകളെ രൂപകൽപ്പന ചെയ്യാനായിരുന്നു ഗവേഷകർ AI-യോട് ആവശ്യപ്പെട്ടത്. അതിനുള്ള മറുപടിയായി AI നൽകിയത് നൂറുകണക്കിന് സാധ്യമായ ഡിസൈനുകളായിരുന്നു. അതിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന 302 എണ്ണം ശാസ്ത്രജ്ഞർ തിരഞ്ഞെടുക്കുകയും ലബോറട്ടറിയിൽ നിർമ്മിക്കുകയുമായിരുന്നു. ഇവയിൽ 16 ബാക്ടീരിയോഫേജുകൾ ഈകോളി ബാക്ടീരിയകളെ വിജയകരമായി നശിപ്പിച്ച് അവയുടെ കാര്യക്ഷമത തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആന്റിബയോട്ടിക് പ്രതിരോധ മേഖലയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ പരീക്ഷണം. കാരണം പല ബാക്ടീരിയകളും ഇതിനോടകം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് അണുബാധയ്ക്കുള്ള ചികിത്സയെ ഏറെ ബുദ്ധിമുട്ടേറിയതുമാക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ബാക്ടീരിയകളെ പോയിന്റ് ഔട്ട് ചെയ്ത് നശിപ്പിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയോഫേജുകളെ കൃത്രിമമായി നിർമ്മിക്കാൻ സാധിക്കുന്നത് വലിയ നേട്ടമായിട്ടാണ് കരുതപ്പെടുന്നത്. ജീവനുള്ളവയുടെ വിശകലനത്തിനായിരുന്നു ഇതുവരെ കമ്പ്യൂട്ടറുകൾ പ്രധാനമായും സഹായിച്ചിരുന്നത്. എങ്കിൽ ഇപ്പോഴത് ജീവനുകൾ തന്നെ രൂപകൽപ്പന ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ ചികിത്സിക്കാൻ പ്രയാസമുള്ളതോ അസാധ്യമോ ആയ രോഗങ്ങൾക്കുള്ള പുതിയ മരുന്നുകൾ, എൻസൈമുകൾ, ആന്റിബോഡികൾ എന്നിവ സൃഷ്ടിക്കാൻ ഇതേ സാങ്കേതിക വിദ്യ സഹായിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. പക്ഷേ ഇവ ചില ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട്. നിലവിലെ പരീക്ഷണങ്ങൾ മനുഷ്യർക്ക് നിരുപദ്രവകരമായ വൈറസുകളുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കപ്പെടുന്നതെങ്കിലും അപകടകരമായവ സൃഷ്ടിക്കാനും സാധിക്കുമെന്ന വസ്തുത ലോകത്തിന് മുന്നിലുണ്ട്. ഈ ആശങ്ക ഇതിനകം തന്നെ ബയോസെക്യൂരിറ്റി വിദഗ്ധർക്കിടയിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുമുണ്ട്. AI ഉപയോഗിച്ച് പുതിയ വൈറസുകളെ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ അടിയന്തര ബയോസെക്യൂരിറ്റി ആശങ്കകൾ ഉയർത്തുന്നുവെന്നാണ് ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. AI-ക്ക് വൈറസുകൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയുമോ എന്നതല്ല, മറിച്ച് അത് ഒരിക്കലും ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് പ്രധാനമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും നിലവിലെ പരീക്ഷണത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എന്നാണ് സ്റ്റാൻഫോർഡ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മനുഷ്യരെ ബാധിക്കാൻ കഴിവുള്ള വൈറസുകളെ AI-ക്ക് നൽകിയ പരിശീലന ഡേറ്റയിൽ നിന്ന് ഒഴിവാക്കുകയും എല്ലാ പരീക്ഷണങ്ങളും സുരക്ഷിതമായ ലബോറട്ടറിക്കുള്ളിൽ നടത്തുകയും ചെയ്തുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും വിദഗ്ധർ ഉന്നയിക്കുന്ന ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഈ മുന്നേറ്റം വൈദ്യശാസ്ത്രത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചേക്കാം. പക്ഷേ ഏതൊരു സാങ്കേതിക വിദ്യയും പോലെ അതിനും വലിയ അപകട സാധ്യതകളുണ്ട്. അവയെ കണ്ടറിഞ്ഞ് നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് ഭരണകൂടങ്ങൾക്ക് ഇനി ചെയ്യാനാവുക.